നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് സുകന്യ രാജശ്രീയോട് പറഞ്ഞു, അതെ ഞാനേ നിങ്ങളുടെ ആരുടെ ഔദാര്യമല്ല ചോദിച്ചിരിക്കുന്നത്, എനിക്ക് അർഹതപ്പെട്ട പണമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അതിൻ്റെതായ കൂലി വേണം. എനിക്ക് കുറച്ച് പണം കൂടെ കിട്ടിയാൽ മതിയുള്ളൂ. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഗോമതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് സ്ഥലവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പേരിലേക്ക് എഴുതി മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രാജശ്രീ പറഞ്ഞു, നീ എന്ത് വർത്താനാ സുകന്യ പറയണെന്ന് ചോദിച്ചു. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങളുടെ ഔദാര്യം നിന്റെ ജീവം എന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഇന്ദിരാമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മുറിയിലെ സംഭാഷണം ഇന്ദിരാമ കേൾക്കുവാണ്. രാജശ്രീയോട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഈ വിവാഹം നടന്ന എന്തുകൊണ്ടാ? ഞാനൊക്കെ മനസ്സ് വെച്ചോണ്ടാ, അല്ലെങ്കിൽ നിന്നെ കെട്ടാൻ ആരെങ്കിലും പരിപാടി? നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞ് ഡിവോഴ്സായി വീട്ടിൽ നിൽക്കുന്നവളല്ലേ, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാന്നുള്ള കാര്യമൊക്കെ ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം നടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഇന്ദിരാമ ഞെട്ടിപ്പോയി. സുകന്യയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞതായിരുന്നോ? എന്നിട്ട് ബന്ധം വേർപ്പെടുത്തിയതാണോ? ദൈവമേ, ഇതൊന്നും അറിയത്തുണ്ടായിരുന്നല്ലോ. പാവം തന്റെ ധർമ്മന് ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയത് അവന് ഈ ബന്ധമായിരുന്നു എന്നൊരു ചിന്ത ഇന്ദിരാമ്മയ്ക്ക് തലറങ്ങുന്ന പോലെ തോന്നി. കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, ചേച്ചി ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, ഇനിയിപ്പൊ ആര് കേട്ടാലും എനിക്കെന്താ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഇത്രയ്ക്ക് ഇതൊക്കെ പറയുന്നുണ്ട് ചേച്ചി, അത് പിന്നെ കുറച്ച് പൈസയും കൂടെ എനിക്ക് വേണം. പിന്നെ പൈസ വേണം പോലും. ഗോമതിയുടെ പേരിൽ നിന്ന് ആ സ്വത്തൊക്കെ എഴുതി ഞങ്ങളുടെ പേരിലേക്ക് തരുന്നതിന് ഇനി നിനക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. രൂപ 10 ലക്ഷം നിനക്ക് അങ്ങോട്ട് എണ്ണി തന്നെ, അറിയാലോ. 10 ലക്ഷം തന്നു കഴിഞ്ഞപ്പോ നീ കാര്യം നടത്തി തരാന്ന് പറഞ്ഞില്ലേ. എന്നിട്ടോ ചേച്ചി അതിന് കുറച്ച് സാവകാശം വേണമെന്നാ പറഞ്ഞേ. ഇത് ഇന്ദിരാമ കേട്ടു. 10 ലക്ഷം രൂപ അപ്പം സുകന്യക്കായിരുന്നോ കൊടുത്തത്? എന്നിട്ടോ പറഞ്ഞ എന്താ അച്യുതനൊക്കെ പറഞ്ഞത്, ആ പണം എടുത്ത കമ്പനിയിൽ നിന്ന് ആ പണം എടുത്ത രാജശ്രീയുടെ വീട്ടിൽ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞോണ്ടാ. അപ്പൊ ഇവര് ഇത്രയും നാളും ചതിയായിരുന്നു ഈ കുടുംബത്തോടും തന്നോടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നേ എന്നൊരു ചിന്ത ഇന്ദിരാമ്മയുടെ മനസ്സിൽ വന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് അച്യുതനും കൂട്ടുവന്നു ഈ ചതിക്ക്. അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞാന്നുള്ളൊരു കാര്യം മറച്ചു വെച്ചിട്ട് തന്റെ ധർമ്മന്റെ തലയിലേക്ക് കെട്ടിവെച്ചു. ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇന്ദിരാമ്മയ്ക്ക് കേട്ട കാര്യങ്ങളൊക്കെ. ഇന്ദിരാമ്മ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പൂജാമുറി പോയിന്ന് പ്രാർത്ഥിക്കുവാണ്. എന്റെ ഭഗവാനെ, കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെയാ കേൾക്കണേ. പാവം തന്റെ ധർമ്മന് എത്ര കാലം കാത്തിരുന്ന ഒരു കല്യാണം നടന്ന് ഒടുവിലോ അതിങ്ങനെയായി പോയല്ലോ. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. ഇന്ദിരാമ്മയ്ക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. പിന്നീട് ഇന്ദിരാമ്മ പൂജാമുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും അച്യുതൻ അങ്ങോട്ടേക്ക് വന്നേ. അച്യുതൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ അങ്ങ് തിരിഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ ചോദിച്ചു, എന്താമ്മേ, അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അമ്മയുടെ കണ്ണൊക്കെ എന്താ കരഞ്ഞ് കലങ്ങിയത് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നിനക്ക് കാര്യം എന്താന്ന് അറിയത്തില്ലല്ലേ എന്ന് പറഞ്ഞു ഒറ്റ അടിയായിരുന്നു അച്യുതന്റെ കർണം തീർത്ത്. അത് കണ്ടുകൊണ്ട് വന്ന് അനന്തൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മ എന്തിനാ ഇവനെ തല്ലിയത് ചോദിച്ചു. തല്ലിയത് എന്തിനാന്നോ? നിനക്കിട്ടും കൂടെ തരണം. സത്യം പറയടാ, നീയൊക്കെ അറിഞ്ഞിട്ടാണോ ചതി ചെയ്തേന്ന് ചോദിച്ചു. എന്ത് ചതിയാമ്മേ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞു, നിനക്കറിയായിരുന്നില്ലേ സുകന്യയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞായിരുന്നെന്ന്? കല്യാണം കഴിഞ്ഞ് അവളുടെ ഡിവോഴ്സ് വാങ്ങി അവൾ വീട്ടിൽ നിൽക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അച്ഛനും പറഞ്ഞു, അതമ്മേ ഞാന് മിണ്ടരുത് നീ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, അമ്മ എനിക്കിതൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, സത്യമായിട്ടും അറിയില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മയുടെ കാലിലേക്ക് വീഴുവാണ്. വേണ്ടടാ, നിന്റെയൊക്കെ സ്വന്തം അനുജനല്ലേ അവന് ധർമ്മൻ. എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നി? നീയൊക്കെ മനുഷ്യനാണോ അതോ മൃഗമാണോ എന്ന് ചോദിച്ചു. മൃഗങ്ങൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ലടാ സ്വന്തം കൂടപ്പിറപ്പിനോട്. നീയൊക്കെ അതിനേക്കാളും നികൃഷ്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തേ. നിന്നെയൊക്കെ ഞാൻ വിശ്വസിച്ചു. അത് മാത്രമല്ല, നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന എനിക്കറിയാടാ അച്യുത. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. നിന്റെ ഭാര്യയുടെ വാക്ക് കെട്ടണം നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? അതോ നീ അവളും കൂടെ ഒരുമിച്ചെടുത്ത് തീരുമാനമാണോ? അതിന് മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തേ? നല്ലൊരു കല്യാണാലോചന അവന് വന്നതല്ലേ, ആ കല്യാണം മുടക്കിയിട്ടാ നീ ഇങ്ങനെ ചതി ചെയ്തില്ലേ? ഒരു കാലത്ത് നീ ഒന്നും ഗതി പിടിക്കില്ലടാ. ഇത് ഞാൻ അറിഞ്ഞ് ശപിക്കുന്ന. കാരണം ഇത്രയും നാളും ഞാൻ ഇങ്ങനെ ഒന്നും ശപിച്ചിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് ശപിച്ചു പോവാ. എന്റെ ധർമ്മന്റെ ജീവൻ നശിപ്പിച്ച് നീയൊക്കെ. എന്നിട്ടോ സുകന്യനെ പോലെ ഒരുത്തിനെ കൊണ്ട് തലയിലേക്ക് കെട്ടിവെച്ചു കൊടുത്തു. ഒന്നും അറിയത്തില്ലാത്ത മടി ഇത്രയും കാലം നീ കഴിഞ്ഞില്ലേ, നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാമ്മ കരഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ആനന്ദം വന്ന് അച്യുതനോട് ചോദിച്ചു, എന്താ അച്യുത കേൾക്കണേ, സത്യമാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടാ ഞാന്. അപ്പോഴേക്കും ആനന്ദനും ദേഷ്യം. ആനന്ദം പറഞ്ഞു, എന്നാലും നിന്നിൽ നിന്ന് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. നിന്റെ കർണം അടിച്ചു പൊട്ടിക്കണ്ട. ഇത്ര വലിയൊരു ചതി നീ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അത് പിന്നെ ഏട്ടാ ആ സമയത്ത് വേണ്ട കൂടുതലൊന്നും പറയണ്ട. നീ ആ കല്യാണം മുടക്കിയത്
എന്നിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ വേണ്ടിട്ടായിരുന്നല്ലേ. അനന്തനും ഭയങ്കര വിഷമായി. അച്യുതന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ രാജശ്രീയുമായിട്ട് സംസാരിച്ചിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് അച്യുതൻ രാജശ്രീയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞു. സത്യങ്ങളോ? എന്ത് സത്യങ്ങള്? സുകന്യയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞതായിരുന്നു. അതെങ്ങനെ? എങ്ങനെയാ? നീ അവളുമായിട്ട് വല്ലതും ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് ചോദിച്ചു. അത് പിന്നെ അച്യുതേട്ടൻ ഞാന് മുറിയിലിരുന്ന് കഴിഞ്ഞപ്പോ സംസാരിച്ചെന്നോ? എടീന്നും പറഞ്ഞ് കൈ ഓങ്ങിക്കണങ്ങോ ചെല്ലുവാണ്. അച്യുതേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവള് വീണ്ടും പണം വേണോന്ന് പറഞ്ഞു. നമുക്ക് ഏതാണ്ട് ഓസ് ചെയ്ത് തരുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം അവൾ അങ്ങനെ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചു. പൈസ തന്നില്ലെങ്കിൽ അവള് ചെയ്യത്തില്ല പോലും. നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്ത് പറഞ്ഞ് വീണ്ടും വേണമെന്ന്. അപ്പൊ എനിക്ക് പറയേണ്ടി വന്നു ചില കാര്യങ്ങളൊക്കെ. അത് പക്ഷെ അമ്മ കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അമ്മ കേട്ടു. അതിനുള്ള കൂലിയും കിട്ടി. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. കാര്യത്തിലൊരു തീരുമാനമായും തോന്നേ. മിക്കവാറും ഇത് പ്രശ്നമാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. രാജശ്രീ പറഞ്ഞു, ദൈവമേ ഇനിയിപ്പോ എന്താ ഏതെന്നും അറിയില്ലോ എന്ന് പറഞ്ഞു. രാജശ്രീക്ക് ആകെപ്പാടെ ടെൻഷനായി ഇന്ദിരാമ്മയുടെ കാര്യം ഓർത്തിട്ട്. ഈ സമയത്ത് മീനാക്ഷി ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. എന്തോ കള്ളത്തരമുണ്ട് സുകന്യേച്ചിയുടെ മനസ്സിൽ. സുകന്യേച്ചിയും അനുശ്രീയും തമ്മിൽ അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. മീനാക്ഷിക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുണ്ടല്ലോ. മീനാക്ഷി പിന്നീട് ആലോചിച്ചു. മുമ്പേ ഒരു നമ്പരിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ. അപ്പൊ നീന എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വേറൊരു നമ്പരിൽ നിന്ന് വിളിച്ചു നോക്കാം. അപ്പൊ അറിയാലോ കാര്യങ്ങളൊക്കെ, നീനയാണോ അല്ലയോന്നൊക്കെ. അങ്ങനെ മീനാക്ഷി ആ ഒരു തീരുമാനത്തിൽ എത്തുവാണ്. പിറ്റേ ദിവസം പതിവ് പോലെ മീനാക്ഷി ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്നിട്ട് മീനാക്ഷി തന്റെ തന്ത്രം പ്രയോഗിക്കുവാണ്. അത് നീനയാണോ ഇല്ലെന്ന് അറിയണം. നീനയാണ് നിളയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സുകന്യേച്ചി അനുസരിച്ച് പറ്റിച്ചിരിക്കുന്നത്. അപ്പൊ തെളിവ് വേണമല്ലോ. അങ്ങനെ ഒടുവില് തന്റെ ഫ്രണ്ടിന്റെ നമ്പർ മേടിച്ച് അതിനകത്തുനിന്ന് വിളിച്ചു നോക്കണം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് നീനെ നിളയല്ല അല്ലെന്നുള്ള കാര്യം മനസ്സിലായി. മീനാക്ഷിക്ക് മനസ്സിലായി വളരെ തന്ത്രപൂർവ്വം അവര് കളിച്ചിരിക്കുന്നേ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആരുടെ ഒരു നമ്പർ മേടിച്ച് തന്നിരിക്കുന്ന. പിന്നീട് മീനാക്ഷി എന്താ ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലോകിന്റെ ഫ്രണ്ടാന്നുള്ള കാര്യം അറിയണേ. അപ്പോൾ ഒരു സംശയം, അലോകിന്റെ ഫ്രണ്ടോ? അങ്ങനെയാണെങ്കിൽ അലോകും അനുശ്രീയും തമ്മിൽ എന്തായിരിക്കും? സുകന്യേച്ചി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങനെ 100 സംശയങ്ങളൊക്കെ ആയിട്ടാണ് മീനാക്ഷി വീട്ടിലേക്ക് വരുന്നത്. അനുമോൾക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മുമ്പത് ഒരു പ്രാവശ്യം മീനാക്ഷി ചോദിക്കുകയും ചെയ്താണ്. ഇനിയിപ്പോൾ അലോകായിട്ട് വേണോ എന്നൊരു ചിന്ത. അങ്ങനെ അതൊക്കെ ചോദിക്കാം എന്നൊക്കെ കരുതിയിട്ട് മീനാക്ഷി എന്ത് ചെയ്തു, വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് അനുമോളുടെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയത്ത് അനുമോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അലോകിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലോകെ ഇന്നലെ കഷ്ടിച്ചാ രക്ഷപ്പെട്ടെ. ഇനി എനിക്ക് അങ്ങനെ കാണാൻ വരാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. മീനാക്ഷി ചേച്ചി പിടിക്കേണ്ടതായിരുന്നു. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാ തവണയും കള്ളത്തരം പറഞ്ഞ് വരാൻ പറ്റില്ലല്ലോ. സുകന്യേച്ചിയുടെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ തന്നെ മീനാക്ഷി ചേച്ചിക്ക് ശ്രീദേവിച്ചിക്ക് നല്ല സംശയമുണ്ട്. തിരിച്ചു മറിച്ചു വിട്ട് അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഇനി അലോക് ഇങ്ങനെ വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞു. ഇത് മീനാക്ഷി കേട്ടു. മീനാക്ഷിക്ക് മനസ്സിലായി അലോക് എന്നുള്ള കാര്യം. അങ്ങനെ സംസാരിച്ച് കോള് കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കിയതും അനുശ്രീ കാണുന്നത് മീനാക്ഷിനെയാണ്. ഒരു നിമിഷം അനുശ്രീ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അനുശ്രീ പറഞ്ഞു, മീനാക്ഷി ചേച്ചി ഞാന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി അനുശ്രീയുടെ അടുത്തേക്ക് വന്നു. അനുശ്രീയുടെ അടുത്തേക്ക് വന്നിട്ട് ആരാ ഫോണിൽ ആരായിരുന്നു ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അലോകാണോ നിന്റെ ആ ഫ്രണ്ടെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് അനുശ്രീ. എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.